വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. ചപ്പാത്തിക്കും അപ്പത്തിനും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ കറി. ചോറിന്റെ കൂടെ അത്ര പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കില്ല. എന്താ വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോ ക്യാപ്സിക്കം മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പൊട്ടറ്റോ എപ്പോഴും ഉണ്ടാവും. 2 ക്യാപ്സിക്കം കൂടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉണ്ടാക്കിയ റെസിപ്പികളെല്ലാം വാട്സാപ്പ് ചെയ്ത് തരിക, ഇല്ലെങ്കിൽ മെയിൽ ചെയ്ത് തരിക. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പൊട്ടറ്റോ ക്യാപ്സിക്കം മസാല റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ പോലെയല്ല, നമ്മളിപ്പോൾ വാഷ് ചെയ്തിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കാറുണ്ട് ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടറ്റോ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക, അതുപോലെ പൊട്ടറ്റോ ചിപ്സിനുള്ള പൊട്ടറ്റോ എങ്ങനെയാണ് നല്ലത് നോക്കിയിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് നല്ല പൊട്ടറ്റോ കിട്ടുമ്പോഴേ എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇതുപോലെ ഇങ്ങനെ വിട്ട് എന്താ പറയുക, വിട്ട് ഇങ്ങനെ എന്താ പറയുക, തൊലി ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള തൊലിയുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക ഇതുപോലെ. അല്ലാതെ നമ്മൾ സാധാരണ ഭയങ്കര സ്മൂത്തായിട്ട് ഫിനിഷിങ്ങിൽ നിൽക്കുന്നതിനേക്കാൾ ഈ ഒരു രീതിയിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും പൊട്ടറ്റോ ചിപ്സും എല്ലാം, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും എല്ലാം പെർഫെക്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ പീൽ ചെയ്യാതെ വെച്ചത്. അപ്പോൾ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ്, അതിലേക്ക് 2 ക്യാപ്സിക്കം, ഈ വലുപ്പത്തിലുള്ള 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ കൂടുതലായിട്ട് പുളി വന്നിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൽ അത്ര ടേസ്റ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി എടുത്തത്. പിന്നെ ഈ വലുപ്പത്തിൽ 2 സവോള എടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണം, 2-3 പച്ചമുളക് നമുക്ക് എരിവനുസരിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ എനിക്ക് മല്ലിയില കിട്ടിയില്ല, ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഇത് നമ്മുടെ കേരള സ്റ്റൈലിലും ചെയ്യാം, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലും ചെയ്യാം, ഫ്യൂഷനായിട്ട് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ ചെയ്യാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു കേരള നോർത്ത് ഇന്ത്യൻ ഫ്യൂഷൻ ആക്കാൻ പോവാണ്, കറിവേപ്പില മാത്രം ചേർത്തിട്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കട്ടെ, അതിനുശേഷം നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ നമ്മളിതാ സവോള ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം വലിയ പീസുകളല്ല, ഫൈനായിട്ട് ചോപ്പ് ചെയ്തതല്ല, മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കും ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയും ഈ ഒരു വലിപ്പത്തിൽ, എല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിലാണ്. സവോള മാത്രമേ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങ് സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുമ്പോഴൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ഒരേ സമയത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാനായിട്ട് ഇത് കണ്ടോ, കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, വളരെ കുറച്ച് വെള്ളം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുഴഞ്ഞു പോകരുത് കുക്കായി വരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള സവോളയൊക്കെ വഴറ്റിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്യുന്നില്ല, ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കുക്കായാൽ മതി ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമുക്ക് സവോളയൊക്കെ വഴറ്റി വരുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് കുക്കായി കിട്ടും. ഇനിയിപ്പോൾ സവോള വഴറ്റി തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫുൾ നമ്മൾ കേരള സ്റ്റൈലിലാണ് ചെയ്യുന്നതെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഫ്യൂഷൻ റെസിപ്പി ആയിട്ടാണ് ചെയ്യുന്നത്, മല്ലിയില കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ആദ്യം ചേർക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കാം കേട്ടോ. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം, അതിനുശേഷം സവോള ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സവോള ഒന്ന് കുക്കായി തുടങ്ങുമ്പോഴേ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇപ്പോൾ തന്നെ വേണ്ട. സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ
അപ്പോൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങിലും ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ബാക്കി നമ്മുടെ മസാല റെഡി ആയി വരുമ്പോൾ ബാക്കിയുള്ള ഉപ്പ് ചേർക്കാം. കറക്റ്റായിട്ട് ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ സവോള ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജീരകമൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും ജീരകവും തമ്മിൽ ചില റെസിപ്പിയിൽ നല്ല കോമ്പിനേഷനാണ്, ചില റെസിപ്പിയിൽ അത്ര നല്ല കോമ്പിനേഷനല്ല. അപ്പോൾ താല്പര്യമുണ്ട്, ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ചെണ്ണ നമ്മളെപ്പോഴും കൂടുതലായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള ചില റെസിപ്പികളിൽ മാത്രം, എല്ലാ റെസിപ്പികളിലും അല്ല. ഇടയ്ക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ സവോളയൊന്ന് കുക്കായി വരട്ടെ, കുറച്ച് സമയം എടുക്കും സവോളയൊന്ന് കുക്കായി വരാൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ ബർണറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവോള കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവോള ഒന്ന് കുക്കായി കളർ ചേഞ്ചായി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഉരുളക്കിഴങ്ങിൻ്റെ. എന്താണെന്ന് വെച്ചാൽ കറക്റ്റായി. അപ്പോൾ ഇനി നമുക്ക് സവോളയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് കുഴഞ്ഞു പോകുന്ന രീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരട്ടെ. 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയും മതി. ഇത് പലർക്കും അറിയായിരിക്കും. നമ്മളിപ്പോൾ ഈ സവോളയിലേക്ക് തന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച് ചെറിയ പീസുകളായിട്ട് മുറിച്ച് ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. പക്ഷെ എനിക്കെപ്പോഴും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടേസ്റ്റുള്ള രീതിയിലുള്ള റെസിപ്പി ഷെയർ ചെയ്യാമല്ലോ എന്ന് വെച്ചത്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, 2 പച്ചമുളക് ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരുത്താട്ടോ. നമുക്ക് ചില സമയത്ത് കിട്ടുന്ന പച്ചമുളകിന് നല്ല എരിവായിരിക്കും, ചില സമയത്ത് കിട്ടുന്ന പച്ചമുളകിന് എരിവ് കുറവായിരിക്കും. അതനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ 1/4 ടീസ്പൂൺ ഉരുളക്കിഴങ്ങിൽ ചേർത്തിരുന്നു. അതൊന്ന് സോട്ട് ചെയ്യാം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് കുക്കായി വരട്ടെ. ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ലൈച്ചിൻ്റെ വീട്ടിൽ ടൈൽസ് കട്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ്. അവിടെ ഞാൻ പറഞ്ഞില്ലേ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം അവർ വർക്ക് ചെയ്യാത്ത ടൈം നോക്കിയിട്ടാണ് കുക്ക് ചെയ്യുക. പക്ഷെ ചില സമയത്ത് ആ ടൈമിലായി പോകുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുക്കായി തുടങ്ങുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. ആ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ വേണം, പക്ഷെ ഒരുപാടായിട്ടൊന്നും വേണ്ട, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ എരിവിനും കളറിനും ഒക്കെ അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് തീരുമാനിക്കുക. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അളവ് കുറയ്ക്കുക. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എരിവ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് എരിവ് കുറവായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 2 പച്ചമുളകും കൂടി സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഗരം മസാല പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നത് ഗരം മസാല പൊടി അല്ല കേട്ടോ, നമ്മുടെ പെരുംജീരകം പൊടിച്ചതില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ഫ്യൂഷൻ റെസിപ്പി എന്ന് പറഞ്ഞത്. 2 പിഞ്ച് പെരുംജീരകം. ആ ഒരു മസാല ഫ്ലേവർ നമുക്ക് കിട്ടണം, പക്ഷേ ഗരം മസാലയുടെ ഫ്ലേവർ ആവണ്ട, അതുകൊണ്ടാണ് പെരുംജീരകം ചേർക്കുന്നത്. അപ്പോൾ പെരുംജീരകം വേണ്ട, ഗരം മസാലപ്പൊടി തന്നെ മതി എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ, ക്യാപ്സിക്കം ആഡ് ചെയ്യാം കേട്ടോ. ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും ചേർക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരണം, ക്യാപ്സിക്കവും കുക്കായി വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. വലിയ ബർണറിലാണെങ്കിൽ, ചെറിയ ബർണറിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. തക്കാളിയും ക്യാപ്സിക്കവും ഒന്ന് കുക്കായി വരട്ടെ. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ
തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം ചേർത്ത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ബാക്കി ക്യാപ്സിക്കവും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്ക് ആയിക്കോളൂ കേട്ടോ. ഇത്രയും മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടം, വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകുന്നതല്ല ഇഷ്ടം. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉടഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ഒട്ടും തന്നെ വെള്ളമില്ല ഉരുളക്കിഴങ്ങിൽ. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്, വീണ്ടും പറയുകയാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത്, ഇപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിലും താഴെ ചേർത്തിട്ടുള്ളൂ. 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്കായിട്ടുള്ള അളവിലാണ് വെള്ളം ചേർത്തത്. ഏകദേശം ഒരു 180-200 മില്ലി വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഉരുളക്കിഴങ്ങൊന്ന് കുഴഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇല്ലയെന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ കാണണം, ഇതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഇളക്കി വരുമ്പോൾ ഒന്ന് ഉടഞ്ഞ് വരും, വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ അത് താല്പര്യത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള ഡിഷായി കഴിഞ്ഞു. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഉരുളക്കിഴങ്ങും ചേർന്ന് ഇനി ആ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരണം. അതിനായിട്ട് നമ്മളൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിം അല്ല കേട്ടോ, ലോ ഫ്ലെയിമാണ്. 5 മിനിറ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില ചേർക്കാൻ പോകുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കസൂരി മെത്തി ഇതുപോലെ കയ്യിലെടുക്കുക, ഒന്ന് നന്നായിട്ട് തിരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കസൂരി മെത്തിയുടെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് വന്നോളും. ഇത് താല്പര്യമില്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചില ആളുകൾക്കൊക്കെ കസൂരി മെത്തിയുടെ ഫ്ലേവർ അത്ര താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ കിച്ചൂസിനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കസൂരി മെത്തി ചേർക്കുന്നത്. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മൾ കസൂരി മെത്തി ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിത് ഉടച്ചൊന്നും കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് ചെക്ക് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തതാണ്, അതുപോലെ തന്നെ സവോള വഴറ്റിയപ്പോഴും ഉപ്പ് ചേർത്തതാണ്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇനി ഈ കസൂരി മേത്തിയുടെ ഫ്ലേവറും കൂടി ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി വീണ്ടും അടച്ചു വയ്ക്കാം. ഇതിങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് ആ ഫ്ലേവറുകളൊക്കെ പൊട്ടറ്റോയിലേക്ക് പിടിക്കുക. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കസൂരി മെത്തിയൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും 5 മിനിറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കസൂരി മെത്തി ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഇളക്കി കൊടുത്തില്ല കേട്ടോ, അതങ്ങനെ തന്നെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ക്യാപ്സിക്കം മസാല റെഡി ആയിക്കഴിഞ്ഞു. നന്നായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്, അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ ക്യാപ്സിക്കം മസാല നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. കഴിക്കുമ്പോൾ ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.